إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന്, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഒരു 4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീടകങ്ങളിലും ഈ പള്ളിയിലും ഉൾപ്പെടെ ഒരു ആണിയിൽ തൂങ്ങിയാടുന്ന കലണ്ടർ അത് മാറിമറിയുകയാണ്. 2025 എന്ന ഈ ഒരു വർഷം അവസാനിച്ച് ഇതിനില്ല 2026 പ്രവേശിക്കാനിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് 2025 എന്ന ഈ ഒരു വർഷം കടന്നുപോയത് എന്ന് ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. 2025 അതിൻ്റെ ശരിയായ രൂപത്തിൽ ഡേറ്റുകൾ എഴുതുമ്പോൾ 2024 തെറ്റാതെ 2025 എഴുതാൻ പ്രാപ്തരായ നാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്ക് 2025 എന്നതിനെ മാറ്റി 2026 എന്ന് എഴുതേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി 2025 എന്ന നമ്മുടെ എഴുത്തിൽ നിന്ന് മാറ്റി 26 എന്ന് തെറ്റാതെ എഴുതാനുള്ള സമയം എത്തുമ്പോഴേക്ക് 27 എത്തും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവസാന കാലഘട്ടം എത്തുമ്പോൾ, അന്ത്യദിനത്തോടടുക്കുമ്പോൾ വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ, ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെ പോയി പോകും. അങ്ങനെ
സമാന് അടുത്തുകൊണ്ടിരിക്കും, കാലം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും, വേഗത്തിൽ സമയം തീർന്നു പോകും. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം എന്നെയും നിങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സുപ്രധാന വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കലണ്ടറാകട്ടെ, നമ്മുടെ കൈകളിൽ കെട്ടിയ നമ്മുടെ വാച്ചുകളാകട്ടെ, അതെല്ലാം നമുക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. വാച്ചിൽ 3 സൂചികളാണ്. 1 മണിക്കൂറിൻ്റെ സൂചി, 2 മിനിറ്റുകളുടെ സൂചി, 3 സെക്കൻഡുകളുടെ സൂചി. ആ സെക്കൻഡുകളുടെ സൂചി ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് തീരുമ്പോഴാണ് മിനിറ്റിൻ്റെ ഒരു സൂചി ഒന്ന് തിരിയുന്നത്. ഇത് നമുക്കറിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് നമുക്ക് സമയം നോക്കാൻ മാത്രമുള്ള ഒരു ഉപകരണമായി നമ്മൾ കാണുമ്പോൾ ആ ഉപകരണം നമുക്ക് തിരിച്ചു പഠിപ്പിച്ചു നൽകുന്ന ഒരു സുപ്രധാനമായ കാര്യമുണ്ട്. ഒരു പ്രാവശ്യം മിനിറ്റിൻ്റെ സൂചിയോ സെക്കൻഡിൻ്റെ സൂചിയോ തിരിഞ്ഞ് കറങ്ങുമ്പോൾ 1 മണിക്കൂറാണ് തിരിഞ്ഞതെങ്കിൽ ആ സൂചി നമ്മോട് പറയുന്നത്, നാം ധരിച്ച നാം അണിഞ്ഞ വാച്ച് നമ്മോട് പറയുന്നത്, മനുഷ്യ, നിന്റെ ആയുസ്സിലെ 1 മണിക്കൂർ ഇത് അവസാനിച്ചിരിക്കണം. ഇന്ന് ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ, അതായത് ഒരു 4 ദിവസം കൂടി കഴിഞ്ഞ് രാത്രി 12 മണിയാകുമ്പോൾ ബീച്ചുകളിൽ, പാർട്ടികളിൽ, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ, അങ്ങനെ തുടങ്ങി ആഭാസങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം എല്ലാ നിലക്കുമുള്ള തോന്നിവാസങ്ങൾ. എന്തിൻ്റെ പേരിൽ? ഒരു വർഷം പുലരുകയാണ്, പുതിയൊരു വർഷം പുലരുകയാണ്. അതിൻ്റെ പേരിൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും, ലക്ഷക്കണക്കിന് രൂപയുടെ പൊട്ടിച്ചു കളയലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച എൻ്റെ ആയുസ്സിൽ 1 വർഷം ഇത് അവസാനിക്കുകയാണ്. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു? ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ഈ ഒരു വർഷം പൂർണ്ണമായി നമ്മൾ ഈ ഡിസംബർ 26 ഇന്ന് ഇതിൻ്റെ ഉച്ചയെത്തുമ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ദുന്യവിയായ കാര്യങ്ങൾക്കപ്പുറം ഉഖ്റവിയായ നമ്മുടെ ഖബറിലേക്ക് ആരും വന്ന് എത്തി നോക്കാനില്ലാത്ത, എല്ലാവരും ഖബറിലേക്ക് ഇറക്കി വെച്ച് മൂടി മണ്ണിട്ട് അതിൽ വെള്ളം തളിച്ച് പിന്നെ പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഖബറിന്റെ ഉള്ളിലേക്ക് നമുക്കാരും ഉണ്ടാവുകയില്ല. നമ്മുടെ കുടുംബക്കാരുണ്ടാവില്ല, നമ്മുടെ മക്കളുണ്ടാവില്ല, നാം സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഉണ്ടാവില്ല, ഈ നാട്ടിൽ നമ്മൾ നേടിയെടുത്ത ആധിപത്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെന്തുണ്ടാവല്? നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എന്താ? ഈ ഒരു വർഷം തീരുമ്പോൾ എൻ്റെ ഖബറിലേക്ക്, എൻ്റെ പരലോകത്തേക്ക്, നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്കുതകുന്ന എന്താണ് ഞാൻ സമ്പാദിച്ചത്? അല്ലെ? ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് മതമുള്ളവനും ഇല്ലാത്തവനും നിരീശ്വരവാദിയും എല്ലാവരും ഒന്നടങ്കം സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഞാനും നിങ്ങളും, പച്ചയായ മനുഷ്യർ, ജീവനുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചതിനെയെല്ലാം നശിപ്പിക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും മരിക്കും. ആ മരണം ആസ്വദിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമുണ്ട്. എന്തറിയോ? ഇവിടെ ജീവിച്ചു മരിച്ചു മണ്ണായി പോയിരുന്നെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഈ ഖുതുബയ്ക്ക് വരേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? മരിച്ചു മണ്ണായി പോകുമെന്നാണോ? അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മിൻഹാ ഖലഖനാകും. ആ മണ്ണിൽ നിന്നാണ് മനുഷ്യ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫീഹാ നുഈദുകും. ആ മണ്ണിലേക്ക് തന്നെയാണ് നിന്റെ മടക്കം. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ മണ്ണിലാണ് നമ്മുടെ ഇനിയുള്ള ജീവിതം, മരണം കഴിഞ്ഞുള്ള ജീവിതം ആ മണ്ണിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഒരിക്കൽ കൂടി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥയെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്,
എന്ന ആയത്തിന്റെ ബാക്കിയിൽ അതിന്റെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മെ ഉണർത്തുന്നുണ്ട്, അള്ളാഹു പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, ഇനി നിങ്ങൾക്ക് പരലോകമുണ്ട്. ആ പരലോകത്ത് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഇഹലോകത്ത് നിങ്ങൾ ചെയ്ത നന്മകൾക്ക്, ഇഹലോകത്ത് നിങ്ങൾ ചെയ്ത ചെയ്തികൾക്ക് അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് കിട്ടാനിരിക്കാണ്. അതിന്റെ റിസൾട്ടാണ് അവിടെ ഉള്ളത്, അതിന്റെ പ്രതിഫലമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് ശേഷം ബാക്കി വന്ന ആയത്തിൽ എന്താ പറഞ്ഞത്? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫൗസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിജയത്തിനെയാണ് ഫൗസ് എന്ന വാചകം ഉപയോഗിക്കുക. അതായത് ദുനിയാവിലും വിജയിച്ചു, പരലോകത്തും വിജയിച്ചു, അങ്ങനെയുള്ള വിജയം ലഭിക്കുന്ന കാലാകാലത്തേക്കുള്ള ഇനി പരാജയമില്ലാത്ത ഒരു വിജയം, അതിനെയാണ് ഫൗസ് എന്ന് പറയുക. അങ്ങനെ ആ ഒരു ഫൗസ് നേടിയെടുക്കുന്നതാരാണ്? അങ്ങനെയുള്ള വിജയം, നഷ്ടമില്ലാത്ത, ഇനിയൊരു പരാജയമില്ലാത്ത വിജയം നേടിയെടുക്കുന്നതാരാ? അതാണ് അള്ളാഹു പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനാരോ അവനാണ് ഫഖദ് ഫാസ്, തീരാ നഷ്ടത്തിൽ നിന്ന് എന്നേക്കുമുള്ള വിജയത്തിലേക്ക് പോകുന്നവൻ അവൻ മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ ദുനിയാവിലെ 10, 50, 60, 70 വയസ്സ് കഴിഞ്ഞ് ഈ ആയുസ് തീർന്ന് നമ്മുടെ മരണം, അവിടെ നിന്ന് തുടങ്ങുന്ന ജീവിതം, ആ ജീവിതത്തിൽ നമുക്കുതകുന്നത് നമ്മുടെ നന്മകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ എന്ന് പറഞ്ഞ് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞതിന് ശേഷം വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്, അല്ലാഹ് വീണ്ടും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറയാം. ഒരേ ആയത്തിൽ 2 പ്രാവശ്യം തഖ്വ കൊണ്ടുള്ള വസിയത്ത്, ഒരു ആയത്തിൽ 2 പ്രാവശ്യം തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അതിനിടയിൽ പറഞ്ഞ കാര്യം എന്താ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു എന്ന്. അത് സമ്പാദിച്ചിട്ടില്ല എന്ന് നിനക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? വത്തഖുല്ല, അവിടെയാണ് രണ്ടാമത് പറഞ്ഞത്. തഖ്വ കൊണ്ട് രണ്ടാമത് വസിയത്ത് ചെയ്തത്, നീ നാളേക്ക് വേണ്ടി സമ്പാദിച്ചതിൽ എന്തെങ്കിലും കുറവുണ്ടോ എങ്കിൽ നീ ഒന്നുകൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക് എന്ന ഉണർത്തലാണ് രണ്ടാമതായി കൊണ്ട് വത്തഖുല്ല എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ രഹസ്യമായി പ്രവർത്തിച്ചതാകട്ടെ പരസ്യമായി പ്രവർത്തിച്ചതാകട്ടെ, എല്ലാം അറിയുന്ന റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബുണ്ട്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ തീരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടത്, നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. ആഘോഷങ്ങളിലേക്കല്ല, ആർഭാടങ്ങളിലേക്കല്ല, തോന്നിവാസങ്ങളിലേക്കല്ല, മറിച്ച് നന്നാവാനും തിരുത്താനും അതുപോലെ ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും കൂടുതൽ പരിശ്രമിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. അതല്ലാതെ ഒരു ന്യൂ ഇയർ വരുമ്പോഴേക്ക് അവിടെ പടക്കം പൊട്ടിച്ചും സമ്പത്തിനെ ഇല്ലാതാക്കിയിട്ടും അതുപോലെ ബീച്ചുകളിൽ അണിനിരന്നിട്ടും ഡാൻസും പാട്ടും കൂത്തുമായി ആ ദിവസത്തെ പുലരിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ആ ന്യൂ ഇയർ എന്ന ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, എൻ്റെ ആയുസ്സിലെ ഒരു വർഷം ഇത് അവസാനിച്ചിരിക്കുകയാണ്, ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് നിർണായകമാണ്, ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് നിർണായകമാണ്. ആ നിർണായകമായ ദിവസങ്ങളിൽ എൻ്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക്, എൻ്റെ ഖബറിലേക്ക് എനിക്ക് എന്തുണ്ടാക്കാൻ കഴിയും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ വീണ്ടും ആ തെമ്മാടിത്തരങ്ങളിലേക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും കള്ളും പെണ്ണും കഞ്ചാവുമായി കൊണ്ടുള്ള അത്തരം ആഘോഷവേളകളിലേക്കുമുള്ള പോക്കല്ല നമുക്കുണ്ടാകേണ്ടത്. പ്രത്യേകം സാഹചര്യമുള്ളത് കൊണ്ട് മാത്രം ഇത്ര ഗൗരവത്തിൽ ഉണർത്തുന്നു. ആ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. എല്ലാ പുലരിയും നമ്മോട് വിളിച്ചു പറയുന്ന, ഇന്ന് രാവിലെ സുബഹിക്ക് നമ്മൾ ഉണർന്നപ്പോൾ ആ സുബഹി അതിൻ്റെ പുലരിയിൽ ഇന്നത്തെ പ്രഭാതം നമ്മെ വിളിച്ചു പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയാണ്, ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. ഓരോ പുലരിയും വിളിച്ചു പറയുന്ന വാചകം ഇതാണ്, ആദം സന്തതിയെ,
ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയ ദിവസമാണ്, ഇന്ന് പുതിയ സൃഷ്ടിയാണ്, ഇന്ന് പുതിയ ദിവസമാണ് നിങ്ങൾക്ക്. എന്നിട്ട് പറയാണ് വഅല അമലിക ഷഹീദ്, നീ ചെയ്യുന്ന ഇന്നേ ദിവസം നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ. ആര്? ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കുള്ള സാക്ഷിയാണ് ഇന്നത്തെ ദിവസം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ദിവസം വിളിച്ചു പറയും ഫതസവ്വജ് മിന്നി, നീ എന്നിൽ നിന്ന് ഇന്നത്തെ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യൂ. അല്ലേ, നമുക്കൊരു അവസരം കിട്ടിയാൽ, ഇപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ ഒരു പുതിയ ഓഫർ വരെയാണ്. ഇന്ന് ആദ്യം വരുന്ന 10 കസ്റ്റമർ എന്തെടുത്താലും 30 സെക്കൻഡ് കൊണ്ട്, ഇന്നിപ്പോൾ അങ്ങനെയുള്ള കളികളാണ് യൂട്യൂബിലും മറ്റു മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുവഴി വരുന്ന ഒരാളെ വിളിക്കും, എന്നിട്ട് ഈ മാർക്കറ്റിൽ കയറി 30 സെക്കൻഡ് കൊണ്ട് നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുക്കാം, അത് നിനക്ക് ഫ്രീ ആണ് എന്ന് പറയുന്ന ചില പ്രത്യേകമായ യൂട്യൂബർമാർ അങ്ങനെ ചെയ്യുന്ന ചില സംഭവങ്ങൾ കാണാനിടയായി. അങ്ങനെ ഒരു ഓഫർ തന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ജുമ കഴിഞ്ഞാൽ നേരെ മാർക്കറ്റിലേക്ക് കയറാം. നേരെ ഇരിക്കുന്ന മാർക്കറ്റിൽ കയറി എന്താണോ 30 സെക്കൻഡിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് എന്തും എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 30 സെക്കൻഡിൽ 1 സെക്കൻഡ് നമ്മൾ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. 1 സെക്കൻഡ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്ര ജാഗ്രതയാണ് പുലർത്തേണ്ടത്. ഇതൊരു പക്ഷേ ആ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആ സാധനവുമായി വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ മരണം സംഭവിച്ചാൽ നാം ആ ശേഖരിച്ചതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. എന്നാൽ നമ്മൾ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചതെല്ലാം നമുക്ക് പരലോകത്ത് ഖബറിന്റെ വിശാലതയ്ക്ക്, ഖബറിന്റെ പ്രകാശത്തിന്, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിന് ഏറ്റവും നല്ല വിഭവമായി അത് നമുക്ക് മാറും, നമുക്ക് ഉപകാരപ്പെടുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, 3 കാര്യങ്ങളാണ് ഒരു മയ്യത്തിനെ പിൻപറ്റുന്നത്. ആ 3 കാര്യങ്ങളിൽ 2 തിരിച്ചു മടങ്ങും. 2 തിരിച്ചു മടങ്ങും, 1 മാത്രമേ നമുക്ക് ഖബറിൽ ബാക്കിയാവുള്ളൂ. ഏതാണെന്നറിയോ? അവന്റെ അമലുകളാണെന്ന്. അവന്റെ അമലുകൾ അവന് ബാക്കിയാകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ ഈ ദുനിയാവ് എന്നത് നിസാരമാണ്. ഈ ദുനിയാവിൽ സമ്പാദിക്കണ്ട എന്നോ ഈ ദുനിയാവിലൊന്നും നേടണ്ട എന്നോ അല്ല, മറിച്ച് ഈ ദുനിയാവ് നേടുന്നതോടൊപ്പം നമുക്ക് മുഖ്യമായി നിൽക്കേണ്ടത് നമ്മുടെ ദീനാണ്, നമ്മുടെ പരലോക വിജയമാണ്. അതിന് നമ്മൾ പ്രാമുഖ്യം നൽകണം. അതല്ലാതെ ദുനിയാവിന്റെ കാര്യം വന്നപ്പോഴേക്ക് ദീനിനെ അങ്ങ് മാറ്റിവെച്ചുള്ള ഒരു ജീവിതം, അത് ഏത് സന്ദർഭത്തിലാകട്ടെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ലെന്ന്. കിടന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ കിടന്നുകൊണ്ടെങ്കിലും നിസ്കരിക്കണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ സെക്കൻഡും കഴിയുമ്പോൾ, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ മരണാനന്തര ജീവിതത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്നും അതിനുവേണ്ടി പണിയെടുക്കണമെന്നും അതിനുവേണ്ട എല്ലാ കരുതലുകൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവും വസീനത്തുൻ വതഖാഫുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു പറയാണ്, ഈ ദുനിയാവ് എന്നത് വഞ്ചിക്കുന്ന വിഭവമാണ്. ഈ ദുനിയാവ് എന്നത് അത് കളി വിനോദങ്ങളാണ്. അല്ലേ? ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദുനിയാവ് അത് ഏറ്റവും നല്ല രൂപത്തിൽ കളിച്ച് ആർമാദിച്ചു പോകണം എന്നാണ്. അല്ലെ? അതുകൊണ്ട് ടർഫുകൾ വന്നു. സ്കൂളിൽ പോയാൽ അതിന് പ്രത്യേകമായ പീരീഡുകൾ, അതുപോലെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അസറിന് ശേഷമുള്ള സമയം കളിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഫോണിൽ രാത്രി, അല്ലെ? ഇങ്ങനെ നമ്മുടെ ചെറുപ്പകാലം കളഞ്ഞു കുളിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുനിയാവ് എന്നത് അത് വഞ്ചിക്കുന്ന വിഭവമാണ്. ഈ കളിയും വിനോദവും നിങ്ങൾക്ക് വേണ്ട എന്നല്ല, കളിക്കണം. ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ കളിക്കണം. ആ കളിക്കുന്നതോടൊപ്പം ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്നറിയോ? വലഹുൻ വസീനത്തുൻ. ഇതൊരു അലങ്കാരം, അല്ലേ? ഇന്നലെ എത്ര മുസ്ലിമീങ്ങളാണ് നമുക്ക് പറ്റാത്തൊരാഘോഷത്തിലേക്ക് അണിചേർന്നത്, അതിന് ഘോഷയാത്രയിൽ കൂടെ കൂടിയത്, അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ആഘോഷത്തിൻ്റെ ഒത്താശകളും ചെയ്തു കൊടുത്തത്. അതെന്തുകൊണ്ടാണ്? അതിലൊരു സീനത്തുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ്. അതിൽ അലങ്കാരം നമുക്ക് തോന്നിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ചരിഞ്ഞാടാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു മാസ്മരികതയുണ്ട്. ഒരു ലൈറ്റ് കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കുന്നത് എന്തുകൊണ്ട്?
ഒരു നല്ല രസമായ, നമ്മൾ സാധാരണ കാണാത്ത ഒരു പ്രത്യേക തരം ഒരു ലൈറ്റ് കാണുമ്പോഴേക്ക് അതിലേക്ക് കണ്ണു വേഗം ഓടിപ്പോകുന്നത് അതിലൊരു സീനത്തുണ്ട്, ഒരു അലങ്കാരമുണ്ട് എന്നതുകൊണ്ടാണ്. അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു പെണ്ണിലേക്ക് നോക്കി പോകുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു സീനത്തുണ്ട് എന്നാണ്. ആ സീനത്ത് ദുനിയാവിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ആ സീനത്തിൽപ്പെട്ട്, ആ അലങ്കാരത്തിൽപ്പെട്ട് നിങ്ങൾ നശിച്ചു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്ന, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലാകട്ടെ, നിങ്ങളുടെ അധികാരത്തിന്റെ വിഷയത്തിലാകട്ടെ, നിങ്ങൾ പെരുമ നടിക്കുന്ന നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലാകട്ടെ, നിങ്ങളുടെ വീടുകളുടെ വിഷയത്തിലാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം ഈ ദുനിയാവിൽ തീർന്നു പോകുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ അധികാരവും അതുപോലെ സമ്പത്തും മക്കളെ കൊണ്ടുള്ള പെരുമ നടിക്കലൊക്കെ നമുക്ക് മരണം വരെ ഉണ്ടാവുള്ളൂ. അല്ലാഹ് പറയാണ്, അത് ഖബറിടം സന്ദർശിക്കുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ മറന്നു പോകും. പിന്നെ നമുക്ക് ഈ പ്രതാപവും പത്രാസും ഒന്നും ഖബറിൽ ഉണ്ടാവില്ല. ഖബറിൽ നമുക്ക് പ്രതാപമുണ്ടാകണോ? ഖബറിൽ മലക്കുകൾക്ക് മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയണോ? ഈ ദീനനുസരിച്ച് നമ്മൾ ജീവിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അസ്ലിഹു ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവ് നിങ്ങൾ നന്നാക്കണം. ദുനിയാവ് വേണ്ടെന്നല്ല, പ്രവാചകൻ പറയണം അസ്ലിഹു ദുനിയാക്കും, നല്ല ഷർട്ട് ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വീടുണ്ടാകണം, നല്ല വാഹനം ഉണ്ടാകണം, ഏറ്റവും നല്ല രൂപത്തിൽ നല്ല സ്റ്റാറ്റസോടുകൂടി ജീവിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. പക്ഷേ ആ സ്റ്റാറ്റസ് മാത്രം പോരട്ടോ, ആ സ്റ്റാറ്റസ് മാത്രം കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ച് പ്രവാചകൻ വീണ്ടും പറയുന്നു, വഅമലു ലിആഖിറതികും, നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. എന്നിട്ട് പ്രവാചകൻ ഉപമിച്ച ഏറ്റവും നല്ല ഉപമ ഉണ്ട്. കഅന്നകും തമൂതു ഗദൻ, നാളെ നിങ്ങൾ മരിക്കും എന്ന ലക്ഷ്യത്തോടുകൂടി, എന്ന ചിന്തയോടുകൂടി, മരണം മുമ്പിലുണ്ട് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കണം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പറയാണ്, ശബാബക ഖബല ഹറമിക്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ യുവാക്കളോട് പറയാനുള്ളത്, ഈ യുവത്വം എന്നുള്ളത് വിലപ്പെട്ട, ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു സമയം. ആ യുവത്വം, അത് നിങ്ങളുടെ യുവത്വത്തെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന നിങ്ങളുടെ യുവത്വം അത് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. ഇവിടെ നമുക്ക് കാണാം, ഈ ബാക്കിലിരിക്കുന്ന, ചെയറിലിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അവർ ചെയറിലിരിക്കുന്നു? അവരുടെ വാർദ്ധക്യം അവരെ അങ്ങനെ എത്തിച്ചു എന്നതാണ്. യുവാക്കൾ താഴെ ഇരിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ യുവത്വം കൃത്യമായി ദീനിന്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാർദ്ധക്യത്തിന്റെ സമയത്ത് കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ പോലും യുവത്വത്തിന്റെ സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ സുജൂദ് ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. രണ്ടാമത്തത്, വസിഹ്ഹതിക ഖബല സഖമിക്, നിങ്ങൾക്ക് പ്രയാസം വരുന്നതിന് മുമ്പ്, രോഗം പിടിപെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കണം. അതും ഏറ്റവും കൂടുതൽ യുവാക്കൾക്കാണ് സാധ്യതയുള്ളത്. കാരണം ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും അങ്ങനെ കൊളസ്ട്രോളുമായി അങ്ങോട്ട് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് ഇങ്ങനെ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ട്രെൻഡിന്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഒരു ഹോട്ടൽ ഫുഡായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ യുവാക്കളെ പെട്ടെന്ന് തന്നെ ഇത്തരം അസുഖങ്ങൾ പിടികൂടുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇബാദത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തത്, നിന്റെ സമ്പത്ത് അത് ഒരുപാടുണ്ടായിരുന്നിട്ട് എന്നല്ല, നിനക്ക് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് നീ ആ സമ്പത്തിനെ ചിലവഴിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ എത്തിക്കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ പ്രവാചകന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്ന. പ്രവാചകൻ എന്താ ഉണ്ടായിരുന്നത്?
പ്രവാചകൻ ഒരുപാട് സ്വത്തുണ്ടായിരുന്നിട്ടാണോ? പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിൽ വീട്ടിൽ കഞ്ഞി വെക്കാൻ വേണ്ടി തൻ്റെ പടയെങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ പ്രവാചകൻ ദാനധർമ്മം ചെയ്യുന്നു. ഒരുപാടുണ്ടായിരുന്നിട്ടല്ല, ഉള്ളതെന്താണോ അതൊരല്പമാണെങ്കിലും കൊടുത്ത് ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് നമുക്കുള്ള സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നത് എത്രയാണോ അത് കൊടുത്ത് നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ സംസ്കരണം ഉണ്ടാക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തത് നിനക്ക് ഒരുപാട് ഒഴിവ് സമയമുണ്ട്. ആ ഒഴിവ് സമയം പബ്ജിയും ഗെയിമും കളിച്ച് തൻ്റെ ആയുസ്സിനെ തുലച്ചു കളയാനല്ല, അല്ലെങ്കിൽ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെയുള്ള ക്യാരം ബോർഡ് കളിച്ച് സമയത്തെ തുലച്ചു കളയാനല്ല, കൂട്ടുകാരുടെ ഒപ്പം കൂടി അനാവശ്യമായ സംസാരങ്ങളിൽ മുഴുകി അങ്ങനെ ജീവിതത്തിന്റെ ആയുസ്സിനെ തുലച്ചു കളയാനല്ല, മറിച്ച് നിന്റെ ഒഴിവ് സമയത്തെ കൃത്യമായി ഖുർആൻ പാരായണം, ദിക്റുകൾ, അതുപോലെ നന്മകൾ, സാമൂഹിക നന്മകൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിന്റെ വക്താവായിക്കൊണ്ട് ഇസ്ലാമിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ നന്മകളെയും ചെയ്തുകൊണ്ട് നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം പോലും അത് നിനക്ക് പുണ്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഖുർആൻ ഓതണം, ദിക്റുകൾ പറയണം, കുടുംബത്തിനെ നോക്കണം. ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് പോലും, അതിനുവേണ്ടി അധ്വാനിക്കുന്നത് പോലും പുണ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം നന്മകളിൽ നമ്മൾ എപ്പോഴും സജീവമായിരിക്കണം എന്നതാണ് പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തത് നീ നിന്റെ മരണത്തിന് കീഴൊതുങ്ങുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ ധന്യമാക്കണം. എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ആയുസ് അത് ഏത് സമയത്തും നമ്മെ വിട്ടുപിരിയും. നമ്മുടെ റൂഹ് ഏത് സമയത്തും നമ്മിൽ നിന്ന് എടുക്കപ്പെടും. ആ റൂഹ് നമ്മിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ആ റൂഹിന് വേണ്ട, ആ ആത്മാവിന് വേണ്ട ഭക്ഷണം നൽകി നമ്മുടെ പരലോകത്തേക്കുള്ള യാത്രക്ക്, നമ്മുടെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്നതാണ് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കൃത്യമായി ദിവസങ്ങളെ, സമയങ്ങളെ, ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന, ആയുസ്സിനെ ധന്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളുമായി കൊണ്ടായിരിക്കണം മലക്കുൽ മൗത്തിന് നാം കീഴ്വണങ്ങേണ്ടത്, അല്ലെങ്കിൽ കീഴൊതുങ്ങേണ്ടത് എന്ന ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആഘോഷങ്ങളും ആർഭാടങ്ങളും ആഭാസങ്ങളും അതെല്ലാം താൽക്കാലികമായ ചില സുഖങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ആത്യന്തികമായ ആഘോഷവും നന്മകളിലുള്ള അനുഭൂതിയും ഏറ്റവും നല്ല പ്രതിഫലവും നാളെ പരലോകത്താണ് എന്ന തിരിച്ചറിവിൽ ആ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണം, നമ്മുടെ ആയുസ്സിനെ ധന്യമാക്കണം എന്നതാണ് സൂചിപ്പിച്ചു വന്നത്. മരണം ഏതൊരു സമയത്തും നമ്മെ പിടികൂടുമ്പോൾ അവിടെ രണ്ട് വിഭാഗം ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടാകും. ഒന്ന്, ആയുസ്സിനെ ധന്യമാക്കി ആ മലക്ക് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടും മരണപ്പെടാൻ കഴിയുന്നവർ. അള്ളാഹു അത്തരത്തിലുള്ള
സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. എന്നാൽ രണ്ടാമതൊരു വിഭാഗം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അവരുടെ അടുക്കൽ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന സമയം, ആ സമയത്ത് ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കി തന്നാലും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയ, അല്ലാഹുവേ നിസ്കരിക്കാൻ ഞാൻ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നോമ്പെടുക്കാൻ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നന്മകൾ ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ആ ഉപേക്ഷ വരുത്തിയ നന്മകൾ റബ്ബേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാം, ഒരല്പസമയത്തേക്ക് എന്നെ ഒന്ന് മടക്കി അയച്ചാൽ. മറ്റൊരായത്തിൽ കാണാൻ സാധിക്കും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഖരീബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ലളിതമായ ഏറ്റവും അടുത്ത സമയം, അല്പസമയം കിട്ടിയത്. 50, 60, 70 വയസ്സിൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത, ചെയ്യാൻ ശ്രമിക്കാത്ത എന്തു നന്മയാണ് പിന്നെ ഒരു അല്പസമയത്തേക്ക് ചെയ്യാൻ പോകുന്നത്? എന്നാലും അവിടെ പ്രതിഫലത്തിന്റെ അതിന്റെ അളവും അതിന്റെ മഹത്വവും തിരിച്ചറിയുന്ന സമയം, ആ സമയത്ത് നഷ്ടപ്പെടുത്തിയ നന്മകളെക്കുറിച്ചും ഒഴിവാക്കിയ നന്മകളെക്കുറിച്ചും മാറ്റി നിർത്തിയ നന്മകളെക്കുറിച്ചും തിരിച്ചറിയുന്ന സമയത്ത് പറയുന്ന വാചകമാണ്, അല്ലാഹുവേ ഒരല്പസമയത്തേക്ക് എന്നെ തിരിച്ചയച്ചാൽ. അല്ലാഹ് പറയുന്നതാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇതൊരു വെറും വർത്താനാണ്. കാരണം 60 വയസ്സ് 70 വയസ്സൊക്കെ കിട്ടിയിട്ട് നീ ഈ ആയുസ്സിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? ഇത് വെറും വർത്താനാണ്, ഇനി നിനക്ക് അവസരമില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. അല്ലാഹ് പറയാണ്, ഒരല്പസമയം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. അങ്ങനെ ക്ലിപ്തമായ സമയമുള്ള ഒരവസ്ഥയാണ് മരണം എന്നുള്ളത്. ആ മരണത്തിനെ നമ്മൾ കീഴൊതുങ്ങുന്നതിന് മുമ്പ് ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിഭവം നമ്മൾ തയ്യാറാക്കണം. ഖബർ മുതൽ തുടങ്ങി നാളെ മഹ്ശറയിലെ വിചാരണ, അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ടുള്ള ജീവിതം, അവിടെ നിന്ന് സിറാത്ത്, പിന്നെ സ്വർഗം, ഇത്രയും വിശാലമായ ആ ഒരു യാത്രയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള വിഭവം അത് തഖ്വയാണ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. ആ തഖ്വയെ നിങ്ങൾ നിങ്ങളുടെ വിഭവമായി, യാത്രാ വിഭവമായി നിങ്ങൾ കരുതണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ രഹസ്യ പരസ്യ മേഖലയിലെല്ലാം നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുക എന്നതാണ് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏക മാർഗമെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയം കൈവരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയും പകരമായി കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.